വൈ രാജാ വൈ 10 വെച്ച 100, 100 വെച്ച 1000, 1000 വെച്ച 10000, 10000 വെച്ച ലക്ഷങ്ങൾ. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6 മാസം ഒരു ലോക്ക് ഇൻ പീരീഡ് പറഞ്ഞു. റിസോർട്ടിന്റെ പ്രൊജക്റ്റ് ആണ് അല്ലെങ്കിൽ ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫണ്ട് വാങ്ങും. 10000 ഇൻവെസ്റ്റ് ചെയ്താൽ ലക്ഷങ്ങൾ റിട്ടേൺ, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ കോടികൾ റിട്ടേൺ. വൈ രാജാ വൈ 10 വെച്ച 100, 100 വെച്ച 1000, 1000 വെച്ച 10000, 10000 വെച്ച ലക്ഷങ്ങൾ. ഇത് നമ്മൾ മുച്ചീട്ട് കളിയിലാണ് ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പല ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്ന കമ്പനികളും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10000 ഇൻവെസ്റ്റ് ചെയ്താൽ ലക്ഷങ്ങൾ റിട്ടേൺ, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ കോടികൾ റിട്ടേൺ. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടുപോയിട്ടുള്ള ഒരാളുടെ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഒരു 6 മാസം മുൻപ് ഒരു ദിവസം രാത്രി ഒരു കോൾ വരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ സമയം കാണും. ഒരു മലപ്പുറത്തു നിന്നൊരു വ്യക്തിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എമർജൻസി ആയിട്ട് നാളെ ഒന്ന് മീറ്റ് ചെയ്യണം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ വന്നു. അപ്പോൾ ആളെ കണ്ട സമയത്ത് തന്നെ ആൾക്ക് ഭയങ്കര ഒരു വിഷമമുള്ള പോലെ, എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ ആളെ കണ്ടു. അങ്ങനെ ആളോട് സംസാരിച്ച സമയത്താണ് ആളുടെ പ്രശ്നം മനസ്സിലായത്. ഇദ്ദേഹം ഓൾറെഡി ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം റിട്ടയർഡായി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നത്. അപ്പം ഈ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്ലാന് കാര്യങ്ങളായിരുന്നു ഇദ്ദേഹം ഡിസ്കസ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഇദ്ദേഹം കേട്ട സമയത്താണ് നല്ലൊരു അടിപൊളി പ്ലാനായിട്ട് ഇദ്ദേഹത്തിന് തോന്നിയത്. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6 മാസം ഒരു ലോക്ക് ഇൻ പീരീഡ് പറഞ്ഞു. അതായത് 6 മാസത്തേക്ക് ഒരു റിട്ടേൺ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 6 മാസം കഴിഞ്ഞാൽ 5% മുതൽ 10% വരെ ഇദ്ദേഹത്തിന് റിട്ടേൺ ഉണ്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിൻ്റെ മുകളിൽ. അതും മന്ത്ലി ആണ്. 6 മാസം കഴിഞ്ഞാൽ വർഷത്തിലല്ല, മാസാമാസം 5 മുതൽ 10% വരെ റിട്ടേൺ. അങ്ങനെ ഇതൊക്കെ കേട്ടു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് തന്നെയാണല്ലോ അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു 10 ലക്ഷം രൂപ ഇദ്ദേഹം ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോൾ കിട്ടിയ ഒരു 10 ലക്ഷം രൂപ ഇദ്ദേഹം ആ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ 6 മാസം കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന് ഫസ്റ്റത്തെ 2-3 മാസം ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇതിൻ്റെ റിട്ടേൺ കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരു മന്ത്ലി ഈ ഒരു റിട്ടേൺ കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കാര്യമാണല്ലോ. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ റിട്ടേൺ ഒന്നും കിട്ടാതെയായി. അങ്ങനെ ഒരു 4 മാസം അദ്ദേഹം വെയിറ്റ് ചെയ്തു. അങ്ങനെ കിട്ടാതെയായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് അറിഞ്ഞത് ഫ്രണ്ട് ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത കാര്യം. അങ്ങനെ അവസാനം ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ഈ കമ്പനിയുടെ അഡ്രസ്സ് വെച്ച് ഇദ്ദേഹം ഈ കമ്പനിയിൽ പോയി നോക്കി. അങ്ങനെ കമ്പനിയുടെ ചുറ്റുവട്ടത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിനെ പോലെ കുറേ ആളുകൾ ഈ കമ്പനിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം ഫണ്ട് കിട്ടാതെ നെട്ടോട്ടം കളിക്കുകയാണെന്നുള്ളത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ഇവിടെ പെട്ടുപോയി എന്നുള്ളത്. അങ്ങനെ കുറേ ഇയാൾ ട്രൈ ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് ആ കമ്പനിയിലേക്ക് കണക്റ്റായി. അപ്പോൾ ഒരു ലേഡി ഫോൺ എടുത്തപ്പം സംസാരിച്ചു. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം തിരിച്ച് റിട്ടേൺ തരില്ല, അത് കുറച്ച് സമയം വേണ്ടി വരും, കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ റിട്ടേൺ കുറച്ചും കൂടി കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പെട്ടു. അവസാനം കുറേ ഈ ഫണ്ടിന് വേണ്ടി ഇദ്ദേഹം കുറേ പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യം ഇദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയൊരു എമൗണ്ട് റിട്ടേൺ പറയുന്നുണ്ടെങ്കിൽ അത് 99% അതൊരു ഫ്രോഡ് ആയിരിക്കാൻ അല്ലെങ്കിൽ ഫേക്ക് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ റിട്ടേൺ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ കാണാത്ത രീതിയിൽ റിട്ടേൺ പറയുന്നുണ്ടെങ്കിൽ അത് മാക്സിമം അത് അവോയ്ഡ് ചെയ്തിരിക്കും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി മാക്സിമം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്ന കമ്പനി തന്നെയാണോ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫണ്ട് ചോദിച്ച് ചെല്ലുന്ന കമ്പനി നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വലിയൊരു കമ്പനി ആയിരിക്കും. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്നത് നിങ്ങൾ കേൾക്കാത്തൊരു കമ്പനിയിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അത് പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ പോലെ ആയിരിക്കും. ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുക, ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേപ്പർ കമ്പനിയിലല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തുക. ഇനി അടുത്ത കാര്യം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു വ്യക്തിക്കല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരു വ്യക്തിക്കാണ് ഫണ്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് പോലെയാണ്. അപ്പോൾ അത് ഒരു ബിനാമി ട്രാൻസാക്ഷൻ പോലെയായി മാറും. മാത്രമല്ല അത് പലപ്പോഴും അത് ഒരു പ്രശ്നത്തിലേക്കും ചെന്ന് മുട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിലാണ്, ഒരു കമ്പനിയിലാണ്, അല്ലെങ്കിൽ LLPയിലാണ്. അപ്പോൾ അങ്ങനെ ഏതിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അത് കമ്പനിയോ അല്ലെങ്കിൽ LLPയിലോ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടു സെറ്റ് ഡീറ്റെയിൽസ്, അതായത് ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത് മുതൽ ഇന്ന് വരെയുള്ള പ്രസൻറ്റ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും അത് MCA എന്നുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ പഴയ വീഡിയോയിലൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് MCA എന്നുള്ളൊരു വാക്ക്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, MCA. അപ്പോൾ ഈ ഒരു MCAയുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൽ പബ്ലിക് സെർച്ച് ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ കയറി കഴിഞ്ഞാൽ ടു സെറ്റ്, അതായത് ഇത് തുടങ്ങും മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനിപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും, നിങ്ങൾക്ക് ഇനിയിപ്പം നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ കമ്പനീസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഡാറ്റ എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ മമ്മൂക്കയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ കമ്പനീസ് ആണെങ്കിലും വരെ നിങ്ങൾക്ക് ആ കമ്പനിയുടെ പേര് അറിയുന്നുണ്ടെങ്കിൽ MCAയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അതിന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ എടുക്കുക, ഈ കമ്പനിയെ പറ്റി ഡീറ്റെയിൽസ് പഠിക്കുക. കമ്പനിയിൽ എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്, അവർ എന്താണ് സ്റ്റാർട്ട് ചെയ്തത്, അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോമുകൾ, ആ കമ്പനിയിൽ എത്ര ടേൺ ഓവർ ഉണ്ട്, ഫിനാൻഷ്യൽസ് ഉണ്ട്, ആ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആരാണ്, കമ്പനി സെക്രട്ടറീസ് ആരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈ കമ്പനിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ഈ കമ്പനിയിൽ എന്തൊക്കെ ബാധ്യതകളുണ്ട്, ഈ കമ്പനിയിൽ വല്ല കേസും കാര്യങ്ങളുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ MCAയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കമ്പനി സെക്രട്ടറി എടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒരു പബ്ലിക് സെർച്ച് എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാം. അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ഡയറക്ടേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കുക. ആ ഡയറക്ടേഴ്സിനെ പറ്റി കൂടുതൽ പഠിക്കുക. ഇവർ മുന്നേ ചെയ്ത കമ്പനീസിനെ പറ്റിയും അതിൽ ബാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഇതിനെപ്പറ്റി മാക്സിമം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഇവരൊന്ന് ഡയറക്റ്റ്ലി കണ്ട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതായിട്ട് നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ത്രൂ അതായത് അക്കൗണ്ട് ട്രാൻസ്ഫർ മാത്രം നിങ്ങൾ ചെയ്യുക. ഒരിക്കലും ക്യാഷ് ആയിട്ടോ മറ്റ് വേറെ ഒരു രീതിയിലൊന്നും ചെയ്തത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഏത് കമ്പനിയിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനിയിലേക്ക് മാത്രം നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ക്യാഷ് ഒരിക്കലും കൊടുക്കാൻ നിൽക്കരുത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഒരു സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അക്കൗണ്ട് ത്രൂ തന്നെയാണ് കൊടുത്തത്. പക്ഷേ ഇദ്ദേഹത്തിന് അവിടെ കിട്ടിയൊരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു റിസീപ്റ്റ് എഴുതി കൊടുക്കാൻ ചെയ്തത്. അതായത് ഇത്ര ഫണ്ട് കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞിട്ടൊരു റിസീപ്റ്റ് അവർ എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പല രീതിയിലാണ്. ചിലപ്പോൾ അത് ഡിബഞ്ചർ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഷെയർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലോൺ ആയിട്ടായിരിക്കാം, ചിലപ്പോൾ പാർട്ണർ ഫണ്ട് കൊണ്ടുവന്ന രീതിയിലായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ ഫണ്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെതായ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കമ്പനി സെക്രട്ടറി ആയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഇനി പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, റിസോർട്ടിൻ്റെ പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫണ്ട് വാങ്ങി നമ്മളത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ മനസ്സിലാക്കുക ഇവർ റിസോർട്ട് പണിയുന്നതും അല്ലെങ്കിൽ ഈ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതൊക്കെ അത് വേറെ തന്നെ ഒരു കമ്പനിയാണ്, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ കമ്പനിയിലേക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കമ്പനി തന്നെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ അസറ്റ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയിൽ തന്നെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കമ്പനിയിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.